ഹായ്. അപ്പൊ ഞങ്ങളിതാ ആട് ജീവിതം കണ്ടിട്ട് ഇപ്പൊ വന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു മിക്കവരും കണ്ടു കാണും. അപ്പൊ ഇത് ഞങ്ങളുടെ ഒരു എന്താണ് ഒരു ഒപ്പീനിയൻ ആണ്. എനിക്ക് ഈ ഫിലിം ഓക്കെ അങ്ങനെയുള്ള ഒരു രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ ഫസ്റ്റ് ഇതിൽ എടുത്തു പറയേണ്ട കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് പൃഥ്വിരാജിന്റെ ബോഡി ട്രാൻസ്ഫോർമേഷൻ ആണ്. അത് പറയാതിരിക്കാൻ വയ്യ. കാരണം എങ്ങനെ ഇപ്പൊ പറയണത് വെച്ചാൽ അത്ര ഹാർഡ് വർക്കിംഗ്, അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് പൃഥ്വിരാജ് ചെയ്തിട്ടുണ്ട്. അത് ഹാറ്റ്സ് ഓഫ്, എനിക്ക് അത്രേ പറയാനുള്ളൂ. നന്നായിട്ട് ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ മേക്കിംഗ് നന്നായിരുന്നു. പിന്നെ ഇതൊരു റിയൽ സ്റ്റോറിയാണ്. അപ്പം അതിൻ്റെ ഒരു രീതിയിൽ തന്നെയാണ് ഈ സിനിമ എടുത്തിട്ടുള്ളത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് എന്തുകൊണ്ട് എനിക്ക് ഓക്കെ കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ എനിക്ക് കുറെ ക്രിഞ്ച് സീൻസ് ഒക്കെ കുറച്ച് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് തുടക്കത്തെ കുറെ സീൻസ്, ഈ ലവ് സീൻസ് ഒക്കെ കുറച്ച് ക്രിഞ്ചായിട്ട് എനിക്ക് തോന്നി. കാരണം ഒരു പഴയ ഒരു നസീറിന്റെയും ഷീലയുടെയും ഒക്കെ ഒരു ലവ് സ്റ്റോറി, അങ്ങനത്തെ ഒരു റൊമാൻസ് ഒക്കെ പോലെ തോന്നി. അത് അന്ധകാലത്തിൽ നമുക്ക് ഇപ്പോഴാണെങ്കിൽ നമ്മൾ അന്ധകാലത്തെ പടങ്ങൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ അന്ധകാലത്തെ റൊമാൻസ് മാതിരി പണ്ട് നമുക്ക് അത്രത്തോളം പിടിക്കൂലല്ലോ. എനിക്കത് പേഴ്സണലി അത്രത്തോളം അത് വർക്കാവാത്ത പോലെ എനിക്ക് തോന്നിയായിരുന്നു. അത് എൻ്റെ പേഴ്സണൽ ആയിട്ടൊരു ഒപ്പീനിയനാണ്. പിന്നെ പൃഥ്വിരാജിന്റെ അഭിനയം മുമ്പത്തെ അഭിനയത്തിൽ നിന്ന് ഫാർ ബെറ്റർ ആയിട്ടുണ്ട്. അതാണ് എനിക്ക് ഇതിൽ തോന്നിയ ഒരു കാര്യം. പിന്നെ വേറെ എന്താണ്, പിന്നെ ചില സീൻസുകളൊക്കെ എനിക്ക് എന്താ പറയണത്, ചിലതൊക്കെ എനിക്ക് കുറച്ചുകൂടെ സീൻസ് അല്ല, പൃഥ്വിരാജിന്റെ അഭിനയം കുറച്ചുകൂടെ ഒരു കുറച്ചുകൂടെ ബെറ്റർ ആക്കാം ആയിരുന്നു എന്നുള്ള ഒരു പേഴ്സണാലിറ്റി ഒരു ഒപ്പീനിയൻ ഉണ്ട്. ഇതിന്റെ ഹോണസ്റ്റ് ആയിട്ടുള്ള ഒരു എനിക്ക് ഫീൽ ചെയ്തത്, സിനിമ കണ്ടപ്പോൾ ഫീൽ ചെയ്താണ്. പിന്നെ ഇടയ്ക്ക് കുറച്ച് ലാഗ് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് ടോട്ടലായിട്ട് എനിക്ക് ഈ സിനിമയെ കുറിച്ച് എനിക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ. അപ്പൊ ഞാൻ ഈ ചാനലിലോട്ട് കൊണ്ടുപോവാണ്. എന്താണ്, എനിക്ക് ആക്ച്വലി ആ ഒരു എബോ ആവറേജ് ഫീൽ അല്ലെങ്കിൽ ആവറേജ് ഫീലേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു, നല്ലൊരു സിനിമയാണ്. നമുക്ക് തിയേറ്ററിൽ പോയി കണ്ട് നല്ല എന്താ പറയാ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്റ്റാഫും ഈ സിനിമയിലുണ്ട്. ഇതൊരു റിയൽ ലൈഫ് സ്റ്റോറി ആണ് എന്നുള്ളത് ഒരു കാര്യം നമ്മുടെ മനസ്സിൽ ഓൾറെഡി ഉണ്ട്. അതുകൊണ്ട് തന്നെ സിനിമ ആയപ്പോൾ അതിൽ എനിക്ക് കുറച്ച് ക്രിഞ്ച് തോന്നി. ഇപ്പം ആള് പറഞ്ഞ പോലെ തന്നെ എനിക്ക് ഈ തുടക്കത്തിലെ കുറച്ച് റൊമാൻറ്റിക് സീനുകളൊക്കെ കുറച്ചൊരു അനാവശ്യമൊന്നല്ല, റിയൽ ലൈഫായിട്ട് ഒരു ബന്ധമില്ല ആ സീനിന്. റിയൽ ലൈഫിൽ നടക്കണ ഒരു കാര്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ റിയൽ ലൈഫിൽ അങ്ങനത്തെ എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു സിറ്റുവേഷൻ റിയൽ ലൈഫിൽ നടന്നിട്ടുണ്ടെന്ന്. റൊമാൻറ്റിക് സീനുകളുടെ കാര്യമാണ് ഞാൻ പറയുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ അതെനിക്ക് ഭയങ്കര ക്രിഞ്ചായിട്ട് തോന്നി. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പൃഥ്വിരാജിന്റെ കരിയറിലെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഫിലിമാണ്. പൃഥ്വിരാജ് അഭിനയിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ഏറ്റവും ബെസ്റ്റായിട്ട് എല്ലാം കൊണ്ട്, ഫിസിക്കലായിട്ടും അഭിനയത്തിലാണെങ്കിലും എന്താണെങ്കിലും ഹാർഡ് വർക്കിന്റെ കാര്യത്തിലാണെങ്കിലും ബെസ്റ്റാണ്. പക്ഷേ എവിടെയൊക്കെയോ പൃഥ്വിരാജിന്റെ ഒരു എന്താ പറയുക, പൃഥ്വിരാജ് നല്ലൊരു ആക്ടറാണ്, സൂപ്പർ ആക്ടറാണ്, മലയാളം ഇൻഡസ്ട്രിയിലെ തന്നെ നല്ല ആക്ടറാണ്. പക്ഷെ എന്നാലും എവിടെയൊക്കെയോ ഒരു ക്രിഞ്ച് തോന്നി, ഓവർ ആക്ടിങ് ചെറുതായിട്ട് തോന്നി, ചില സ്ഥലത്ത് അഭിനയം കുറവായിട്ടും തോന്നി. എന്നാൽ മൊത്തത്തിൽ നോക്കുമ്പോൾ സൂപ്പറാണ്. പൃഥ്വിരാജിന്റെ വൺ ഓഫ് ദ അല്ല ബെസ്റ്റ്, കരിയർ ബെസ്റ്റ് സിനിമയാണ്. എന്തായാലും മസ്റ്റ് വാച്ച് ആണ്. നമുക്ക് ഒരിക്കലും ഒരു റിഗ്രറ്റ് തോന്നൂല. സിനിമ എന്തായാലും എൻജോയ് ചെയ്യാൻ പറ്റും. തിയേറ്ററിൽ പോയി കാണുക, സൂപ്പർ. അപ്പൊ അത് തന്നെയാണ്. തിയേറ്ററിൽ പോയി കാണാത്തവരുണ്ടെങ്കിൽ തിയേറ്ററിൽ പോയി കാണുക. തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്ന സ്റ്റഫൊക്കെ ഉണ്ട്. നിങ്ങൾ കൊടുക്കുന്ന കാശിന് നിങ്ങൾക്ക് എന്തായാലും വസൂലാണ്. സോ അത്രയൊക്കെ ഉള്ളു. അപ്പൊ ഓക്കെ, ബൈ.